ഹലോ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു ആളുടെ ബർത്ത്ഡേ ആണ്. ആരാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊപ്പത്തുള്ള നീള ബേക്കറിയിലാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് സ്പെഷ്യലായിട്ടാണ് അത് ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലഡു വാങ്ങണം. അതുപോലെ ചെറിയൊരു കേക്കൊക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. ഇവിടെ അതാ ഒരുപാട് വെറൈറ്റി കേക്കൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിലെ വൈറ്റാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ഈ കാണുന്ന വൈറ്റ് അല്ല കേട്ടോ, വേറെ നമ്മൾ അവരോട് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ ലഡു വാങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 60ഓളം ലഡു ആണ് കേട്ടോ നമ്മളിന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ആളുടെയാണ് കേട്ടോ ഇന്ന് ബർത്ത്ഡേ. ഇത് ഞങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞിപ്പെണ്ണാണ്, പേര് യാമിക എന്നാണ് കേട്ടോ. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. ചില വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ലഡു ഒക്കെ വാങ്ങി സെറ്റായിട്ടുണ്ട്. കേക്കും ലഡുവൊക്കെ വാങ്ങിയപ്പോൾ അവൾക്ക് വേണ്ടത് ഈ ജെംസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജെംസൊക്കെ വാങ്ങി ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മളിന്ന് പോകുന്നത് കൊപ്പത്തുള്ള അമ്മമാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അഭയം എന്നാണ് ആ ഒരു വീടിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ലഡുവൊക്കെ ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ അമ്മമാരും ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അതിനിടയിൽ ഇതാ എല്ലാവർക്കും ലഡു കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ യാമിക്കുട്ടി ഇതാ ലഡു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടും വീട്ടുകാരനൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് അമ്മമാരും അതുപോലെ വേറെ കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മളെ അറിയുന്ന നമ്മുടെ കൊപ്പത്ത് താമസിക്കുന്ന ഒരു കൃഷ്ണൻ ചേട്ടൻ എന്ന് പറയും. അവരാണ് ഈ ഒരു അഭയത്തിൻ്റെ മെയിനായിട്ട് പ്രവർത്തിക്കുന്ന ആൾ കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഈ ഒരു അഭയം എന്ന് പറയുന്ന സ്ഥാപനമാക്കി മാറ്റുമായിരുന്നു കേട്ടോ അവർ. ഇവിടെ ഒരു ചെറിയ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരു ഹാളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവർക്കും ലഡു ഒക്കെ കൊടുത്തു കേട്ടോ. എല്ലാവരും ഹാപ്പിയായി, എല്ലാവരും ഒരുപാട് നേരം സംസാരിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം കേട്ടോ. നമ്മൾ പോരുമ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ കുറേ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു. ഈ കാണുന്ന ഈ വീടുണ്ടല്ലോ, അവിടെ ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അതിമനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വായനശാലയും അവർ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ തിരക്ക് പിടിച്ച സമയത്ത്, തിരക്ക് പിടിച്ച ഈ ലൈഫിൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഹെൽപ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണമാണെന്നുണ്ടെങ്കിലും ഡ്രസ്സാണെന്നുണ്ടെങ്കിലും പൈസയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ നമ്മളിത് യാമിനെയും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. യാമിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ എന്താണ് സംഭവം എന്നൊന്നും. ബർത്ത്ഡേ ആണെന്ന് മാത്രം അവൾക്ക് അറിയാം കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു. ഞാനിവിടെ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ഇവിടെ കാണിക്കണം, അതുപോലെ ഏതെങ്കിലും ഒരു ബർത്ത്ഡേ ഇവിടെ വെച്ച് കഴിക്കണം എന്നൊക്കെ. അങ്ങനെ അതെന്തായാലും നടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിനി തിരിച്ചു പോവുകയാണ്. ഇവിടെയുള്ള അമ്മമാർ ഇനിയും ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് കേട്ടോ. അത് ശരിക്കും ഇവിടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിവിടുന്ന് ഇറങ്ങാം. ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിതാ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കൊപ്പം സിറ്റി. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ ഗൈസ്. ഈ ഒരു പെരിന്തൽമണ്ണ റോഡിനാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കേക്ക് കണ്ട ഉടനെ തന്നെ അവൾക്ക് വേഗം കട്ട് ചെയ്യാനുള്ള ധൃതിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ഇനി കേക്ക് കഴിക്കാം. യാമി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ രാവിലെ കുറച്ച് സദ്യയും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കഴിക്കലാണ് പരിപാടി. പണ്ടൊക്കെയാണ് നമ്മൾ ഈ ബർത്ത്ഡേക്ക് ഇങ്ങനെ അരിയും പൂവൊക്കെ സെറ്റാക്കുക, അതൊക്കെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അങ്ങനെയാണ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയും പൂവൊക്കെ ഇടൽ കഴിഞ്ഞു. ഇനി യാമിക്കുട്ടി സദ്യ കഴിക്കുകയാണ്. ചെറിയൊരു സദ്യയാണ് കേട്ടോ. ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ വീട്ടിൽ റെഡിയാക്കിയതാണ്. പിന്നെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം. ബൈ.